പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കൂടെ നടക്കുന്ന സാന്നിധ്യമായ അങ്ങയുടെ കർത്താവെ, കൂടെ നടക്കാൻ, കൂടെ ആയിരിക്കാൻ ഞങ്ങളെ അനുവദിക്കണമേ. ഞങ്ങളുടെ സാധാരണ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും അങ്ങയോട് കൂടെ നടക്കുമ്പോൾ ഞങ്ങൾ ബലമുള്ളവരാണ്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പരുപരത്തെ യാഥാർത്ഥ്യങ്ങളിൽ, തളർച്ചയിൽ, രോഗാവസ്ഥയിൽ കർത്താവെ, അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ആ തിരിച്ചറിവ്, ഭയത്തിൽ നിന്നും കർത്താവെ വലിയ ധൈര്യത്തോടെ ജീവിതത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങയുടെ സാന്നിധ്യം മനസ്സിലാക്കി അങ്ങയുടെ സ്നേഹത്തിൽ നിറഞ്ഞ് ജീവിക്കാൻ ഞങ്ങളെ അനുവദിക്കണമേ. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ദിനകാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ചും നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ദൈവ സാന്നിധ്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ പുതിയ വർഷത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, കൃപ നിറഞ്ഞ ഒരു ജീവിതം, ദൈവം കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പ് നമുക്ക് എപ്പോഴും ഒരു ശക്തിയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 4-ാം അധ്യായം അതിന്റെ 19-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുകയാണ്. ഈശോ ആദ്യത്തെ 4 ശിഷ്യന്മാരെ വിളിക്കുന്ന ഭാഗമാണ്. അവിടെ ഇപ്രകാരം നമ്മൾ കാണുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ദൈവവിളിയെ കുറിച്ചാണ്. ഫോളോ മീ. നമ്മൾ ഇത് തിരുവചനം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഏതോ അച്ഛന്മാർക്കോ അല്ലെങ്കിൽ വിളിക്കപ്പെട്ടവർക്കുള്ള ഒരു വചനമാണ് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ദൈവം നമ്മളെ വിളിക്കുന്നത് ഒരു വലിയൊരു ആജ്ഞയായിട്ടും മറ്റൊന്നുമല്ല. ദൈവം നമ്മളെ വിളിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. അവിടത്തോടുള്ള ഒരു ആഴമായ ബന്ധത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. ഇന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തിരക്കുകൾക്ക് ഇടയിലൂടെ നമ്മൾ കടന്നു പോകുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, ബലിയർപ്പിക്കുന്നവരാണ്, പിന്നെ അതുപോലെ തന്നെ ജീവിതം ഒരുവിധം നന്നായൊക്കെ നടത്തുന്നവരാണ്. എങ്കിൽ തന്നെയും നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ദൈവബന്ധത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നുണ്ടോ എന്ന് ഇന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. നമ്മളൊക്കെ ഈ ഒരു ആവറേജ്, ഒരു ശരാശരി ക്രിസ്ത്യാനികളായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. ഈശോ നമ്മളെ വിളിക്കുന്നത് അവിടത്തെ കുറിച്ചുള്ള അറിവിലേക്കാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചെറിയ വേദോശ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ദൈവത്തെ അറിയാനും അവിടുത്തെ സ്നേഹിക്കാനും വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചത്. ഈ ദൈവത്തെ അറിയുന്നതിനനുസരിച്ച്, അതിന്റെ തോതനുസരിച്ചാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ പക്വത പ്രാപിക്കുന്നതും. ഈശോ തന്നെ പറഞ്ഞ നിത്യരക്ഷ പോലും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിനെ ആധാരമാക്കിയിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് അർത്ഥമുണ്ടാകുന്നത് ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിച്ചു എന്നുള്ള, ദൈവത്തെ അറിയാതെ നമുക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ പറ്റില്ലെന്ന് പറയാനുള്ളത്. അവിടുത്തെ വചനം പാലിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതായത് യഥാർത്ഥത്തിൽ ദൈവത്തെ പിന്തുടരുന്ന ഓരോ വ്യക്തിക്കും വേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ജീവിതത്തിലൊരു നവീകരണമാണ്. അതായത് നമ്മൾ എന്തായിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറാനായിട്ട് നമ്മൾ തയ്യാറാകണം. അതായത് കർത്താവ് ഈശോ നമ്മളോട് പറയുന്നത്, നീ നിന്റെ ജീവിതത്തിൽ ഈ വിളിക്ക് പ്രത്യുത്തരം കൊടുക്കേണ്ടത് അനുദിന ജീവിതത്തിൽ നിരന്തരമായിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. ഒറ്റ ദിവസം വിളിച്ചിട്ട് ദൈവം അങ്ങ് പോവില്ല. അവിടുന്ന് ഉള്ള ബന്ധത്തിൽ ആഴപ്പെട്ട് തമ്പുരാനോട് ചേർന്ന് നടക്കുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നിന്നാണ് ശിഷ്യന്മാരെ ഈശോ വിളിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യത്തില് അവിടുന്ന് അവര് മീൻ പിടിക്കുന്നവരായിരുന്നു. ജീവിതത്തിന്റെ സാധാരണ ആ ഒരു സാഹചര്യത്തിലായിരുന്ന കർത്താവ് പറയാണ്, ഇതിനപ്പുറത്തേക്ക് മനുഷ്യരെ പിടിക്കുന്നവരാക്കി ഞാൻ നിങ്ങളെ മാറ്റാം. ആത്മാക്കളെ നേടാനുള്ളൊരു വിളി. അത് നമ്മൾ വിചാരിക്കും ഇതൊക്കെ വിളിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഒരു ഉത്തരവാദിത്വം മാത്രമാണല്ലോ എന്ന്. അല്ല പ്രിയമുള്ളവരെ, എല്ലാവർക്കും ദൈവം വിളി നൽകിയിട്ടുണ്ട്. അതായത് ദൈവം ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ കടക്കുന്നവർക്ക് പോലും ദൈവം ഒരു ജീവിത പങ്കാളിയെ കൊടുക്കുമ്പോൾ, ഇതാ ഞാൻ നിനക്കൊരു ആത്മാവിനെ നിനക്ക് തരികയാണ്. കർത്താവിന്റെ ആൾത്താരയ്ക്ക് മുമ്പിൽ വിവാഹത്തിലൂടെ ഒരു കുടുംബമായിട്ട് മാറുമ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനെ കൊടുത്ത്, ഭർത്താവിന് ഭാര്യയെ കൊടുത്ത്, നിനക്കൊരു ആത്മാവിനെ ഞാൻ തരികയാണ്. അപ്പോൾ ആ ആത്മാവിനെ നീ എനിക്ക് വേണ്ടി നേടുക. ഇതാണ് ഈ ജീവിതം. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്ന കാര്യമല്ല. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഈ ആത്മാവിനെ തിരികെ കൊടുക്കാൻ, കുറവുകളൊക്കെ പരിഹരിച്ചു കൊടുക്കാനുള്ള ഒരു വിളി. അപ്പൊ സാധാരണ ജീവിതത്തിൽ നമുക്കതൊക്കെ തിരിച്ചറിവുണ്ടാവണം. ദൈവം എന്തിനു വേണ്ടിയിട്ട് എന്നെ സൃഷ്ടിച്ചു, ദൈവത്തെ അറിയാൻ, അറിഞ്ഞ ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ, ആ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കാനുള്ള ഒരു വിളിയാണ്. അതൊരു വിശ്വാസത്തിന്റെ ആഴത്തിലേക്കുള്ള വിളിയാണ്. അതിനപ്പുറത്തേക്കുള്ള ഒരു വിളി, അടുത്തനുഗമിക്കുന്ന ഒരു മേഖലയാണ് ദൈവത്തിന്റെ, കർത്താവിനെ അനുഗമിച്ച് അവിടുത്തെ ശുശ്രൂഷയ്ക്കായിട്ട് പൗരോഹിത്യത്തിലേക്കൊക്കെ കർത്താവ് വിളി. അപ്പോൾ ഓരോ മാമോദിസ സ്വീകരിച്ച ദൈവത്തിന്റെ മകനും മകളും ഒക്കെ ഈ കർത്താവിന്റെ വിളി സ്വീകരിച്ചവരാണ്. അവര് ആ വിളി തിരിച്ചറിയണം.
എന്നെ യേശുവിനെ അറിയുക, ഈശോയെ സ്വന്തമാക്കുക, അങ്ങനെ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കാനുള്ള ഒരു കർത്താവിന്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസം ആത്മാർത്ഥമായിട്ട് കർത്താവിനെ ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കാം. പ്രിയമുള്ളവരെ, ഈ 13 ജനുവരി മാസം 13 ദിനം ഇത് നമ്മുടെ ചിന്തയ്ക്ക് കാരണം. ഫോളോ മീ, നീ എൻ്റെ കൂടെ വാ, ഒരു ബന്ധത്തിലേക്ക് വാ, ആഴമായ ബന്ധത്തിലേക്ക് വാ. നിന്റെ ഭയത്തിൽ നിന്നും നീ ധൈര്യത്തിലേക്ക് വാ, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വാ. നീ നിന്റെ ജീവിതത്തിന്റെ പരിപരുത്ത മേഖലകളിൽ നിരാശനായിരിക്കണം, പ്രത്യാശയിലേക്ക് കടന്നു വാ. കാരണം എൻ്റെ സാന്നിധ്യം നിന്നോടൊപ്പം ഉണ്ട്, എൻ്റെ കരം നിന്നെ ശക്തിപ്പെടുത്തും. ദൈവം നമ്മളെ മുന്നോട്ട് നയിക്കും. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു ആശ്വാസവും ഒരു അനുഗ്രഹവും ഒക്കെ ആകി മാറട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം തന്നവരെ ഒക്കെ കർത്താവിനോട് കൂടെ നമുക്ക് ചേർത്ത് നിർത്താനായിട്ട് നമ്മുടെ നല്ല ജീവിതം ഇടയാകട്ടെ. ഈ ദിവസം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് പറയുന്നു, കം ആൻഡ് ഫോളോ മീ. നമ്മൾ ആരെയാണ് അനുഗമിക്കുന്നത്, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യാഥാർത്ഥ്യങ്ങളെ നേരിടാനായിട്ട് സാധിക്കും. കർത്താവിനെയാണ് നമ്മൾ അനുഗമിക്കുന്നത് എങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധിയെ നേരിടാൻ പറ്റും. കാരണം അവൻ നമ്മളെ സഹായിക്കും. അവനോട് ചേർന്ന് നിൽക്കാം. അത് നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നത് ലോകത്തിന്റെ അരൂപയാണോ, പിശാചിനെയാണോ നമ്മൾ അനുഗമിക്കുന്നത് എന്നുകൂടി നമ്മൾ ചിന്തിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലൂടെ അത് പ്രതിഫലിക്കും. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, ജീവിതത്തിലൊക്കെ ആ തിന്മയുടെ സ്വാധീനം ഉണ്ടാവും. ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ നിറയും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും നമ്മുടെ ജീവിതം. അനുഗ്രഹമായിട്ട് അങ്ങനെ മാറട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ ദിവസം അങ്ങ് എനിക്ക് നൽകുന്ന ഉൾക്കാഴ്ചയെ ഓർത്ത് നന്ദി പറയുന്നു. എന്നെ അങ്ങ് വിളിക്കുന്നത് ഒരാഴമായ ബന്ധത്തിലേക്കാണ്, അങ്ങയോട് ചേർന്ന് നടക്കാൻ. ആദ്യ മാതാപിതാക്കന്മാരെ ദൈവമായി കർത്താവ് ചേർത്ത് നിർത്തി മുന്നോട്ട് പോയപ്പോൾ അവര് വീണുപോയെങ്കിൽ കർത്താവ് അവരെ വീണ്ടും രക്ഷിക്കാനായി തന്റെ പുത്രനെ അയച്ച്, ആ പുത്രനായ ഈശോ ഇന്ന് ഇമ്മാനുവേലായി നമ്മോട് കൂടെ വസിക്കും. കൂടെ ആയിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവെ ഞങ്ങൾ തിരിച്ചറിയട്ടെ. ആ ജീവിത മേഖലകളിലൊക്കെ അങ്ങയോട് ചേർന്ന് അങ്ങയുമായി ആഴമായ ബന്ധത്തിൽ നടന്ന് കർത്താവെ ജീവിതത്തെ അനുഗ്രഹമാക്കാൻ കൃപ നൽകണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.